What is our offense? Yes, we should know our offense. Damage what? There is no damage we made. No problem. If you are opening, we will settle. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. കാരണം ഈ കാണുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. കൊട്ടിയത്ത് സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രാൻസിസ്റ്റ് ഹോം, അതായത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദേശികളെയും അനധികൃതമായി നമ്മുടെ രാജ്യത്ത് പാർക്കുന്ന വിദേശികളെയും പിടികൂടി പാർപ്പിക്കുന്ന ഒരിടമാണിത്. അവിടെയാണ് സംഘർഷമുണ്ടായത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയായിരുന്നു ഈ ഒരു സംഭവം. നൈജീരിയൻ സ്വദേശി സോളമനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും കൊട്ടിയം ട്രാൻസിസ്റ്റ് ഹോമിൽ എത്തിച്ചു. എന്നാൽ അന്തേവാസികളുടെ എണ്ണം പരിധി കഴിഞ്ഞതിനാൽ ഇയാളെ താമസിപ്പിക്കാൻ കഴിയില്ല എന്ന് അധികൃതർ രേഖാമൂലം ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചു. ഇയാളെ തിരിച്ചയക്കുകയായിരുന്നു. 20 പേർക്കും മാത്രം താമസ സൗകര്യമുള്ള ഈ കേന്ദ്രത്തിൽ ഇപ്പോൾ 44 പൗരന്മാർ അന്തേവാസികളായി കഴിയുന്നുണ്ട്. ഇതിനെ തുടർന്ന് ട്രാൻസിസ്റ്റ് ഹോമിൽ താമസിക്കുന്ന നൈജീരിയൻ സ്വദേശികൾ പ്രതിഷേധം ആരംഭിച്ചു. പ്രതിഷേധത്തിനിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിക്ക് തടസ്സം സൃഷ്ടിക്കുകയും ഓഫീസിലെ രേഖകൾ തട്ടിത്തെറിപ്പിക്കുകയും ഗേറ്റ് കീപ്പറുടെ കയ്യിൽ നിന്നും താക്കോല് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും കേന്ദ്രത്തിലെ സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇവരെ പിടികൂടി. ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഏകദേശം 10,000 രൂപയുടെ നാശനഷ്ടമാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. Are you trying to tell me that if you are maltreating me or maybe beating me or trying to or maybe doing me all sorts of things that I shouldn't talk? I have to talk. I have to talk. What we did is awareness. We created an awareness for people passing by to know what we are passing through over there. A lot of things are going on over there in which you people do not know. So we created the awareness because of the angel for mistreatment. If we did not create any awareness, nobody will know. That day, people passing by, they came. Why did you inform this to your embassy? Sorry? Your embassy? My embassy is not responding properly. If we say my embassy does not know that I am here. If my embassy knows, I will not be here. I was brought to Kolam City here illegally. What is that kind of? We're not talking about that. Yes. So, that's one question I want to ask. My name is Michael. So are you trying to tell me that I shouldn't protest for mistreatment? Come.